TV ഒന്ന് ഓണാക്കി കാണാൻ വയ്യ ഗൈസ്. ലാസ്റ്റ് ന്യൂസ് കണ്ട സമയത്ത് 180ഓളം ആൾക്കാര് ഒറ്റ രാത്രി ഉണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഈ കാണുന്ന 2 നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ആക്കി വെച്ചിരിക്കണം. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. 1077 1070 എന്ന് പറഞ്ഞ ഈ ഒരു ടോൾ ഫ്രീ നമ്പർ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടുകാരുടെ നിങ്ങളുടെ ഫോണിൽ ഉറപ്പായിട്ട് സേവ് ചെയ്ത് വെക്കണം. ഇതുപോലുള്ള എമർജൻസി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി വിളിക്കാൻ പറ്റിയ ഗവൺമെന്റ് നമ്പറാണിത്. രണ്ടാമത്തെ കാര്യം, വയനാട്ടിലുള്ളവർക്കാണ് ഈ ഒരു ഇഷ്യൂ മെയിൻ ആയിട്ട് സംഭവിച്ചത്. ബാക്കി സേഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. സഹായിക്കുമ്പോൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ കൂടെ മാത്രമേ സഹായിക്കുക. കാരണം ഈ ഒരു സമയത്ത് ഇഷ്ടം പോലെ തട്ടിപ്പാണ് നടക്കുന്നത്. ഇപ്പൊ തന്നെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് 3 എണ്ണമാണ് തട്ടിപ്പ് കണ്ടത്. സോ മാക്സിമം വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും 10 രൂപയെങ്കിൽ 10 രൂപ കൊടുക്കുന്നത് അത് അർഹതപ്പെട്ടവരുടെ കൈ കിട്ടണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെ അഫക്ട് ചെയ്യാത്ത ആൾക്കാർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ ഇവരെ സഹായിക്കുക തന്നെയാണ്. ശരിക്കും ന്യൂസിൽ കാണുന്ന അത്ര എഫക്ട് ഇല്ല, അതിന്റെ 10 ഇരട്ടിയാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാ ദുരന്ത